കിണറ്റിൽ സ്ഥാപിച്ച മോട്ടോർ നേരിട്ട് മെയിൻ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തത് മൂലം മോട്ടോർ വഴി കറണ്ട് ലീക്കേജ് സംഭവിക്കുകയും നിർദ്ധനായ വീട്ടമ്മയ്ക്ക് 17,000 രൂപ എന്ന വൻ തുക കറണ്ട് ബില്ല് വന്നത് ഇലക്ട്രീഷ്യൻ അടയ്ക്കണമെന്ന് നമ്മുടെ KICB ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ സത്യാവസ്ഥയിലേക്ക് നമുക്കൊന്ന് പോയാലോ? ഹായ്, നമസ്കാരം. ഞാൻ ബിജു ഓർജിൻ, BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയത്തിന് ഒരു പ്രത്യേകതയുണ്ടത്. അത് അറിയാവുന്ന കാര്യമാണല്ലോ. ഒരു മോട്ടോർ ഫിറ്റ് ചെയ്ത് അത് നേരായ രീതിയിൽ കണക്ട് ചെയ്യാതെ വന്നപ്പോൾ അതിലൂടെ കറണ്ട് ലീക്കേജ് സംഭവിച്ച് ആ ഒരു വലിയ ബില്ല് ആ വീട്ടുകാർക്ക് വന്നു. അപ്പോൾ KICB എടുത്ത തീരുമാനം ആ ബില്ല് ആ മോട്ടോർ ഫിറ്റ് ചെയ്ത ഇലക്ട്രീഷ്യനെ കൊണ്ട് തന്നെ അടപ്പിക്കാവുന്നതാണ്. ഈ സംഭവം നടക്കുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഈസ്റ്റ് ഇലക്ട്രിക്കൽ സെക്ഷനിൽ നമുക്ക് ഏരൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ പൊൻവെയിൽ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ഒരു വീട്ടമ്മയ്ക്കാണ് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. കറണ്ട് ബില്ല് 17,000 രൂപയാണ് അടയ്ക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കണ്ടതാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് താമസം ഉണ്ടായി. അത് അവിടെ നടന്നിരിക്കുന്ന കാര്യം എങ്ങനെയാണ്? അവർ 3-4 മാസങ്ങൾക്ക് മുമ്പേ ഒരു മോട്ടോർ ഫിറ്റ് ചെയ്തു. വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു വീട്ടമ്മയാണ്. അപ്പോൾ ആ ഒരു മോട്ടോർ ഫിറ്റ് ചെയ്തത് തന്നെ മറ്റാരുടെയൊക്കെയോ ഒരു സഹായത്തോടു കൂടിയാണ് മോട്ടോർ വാങ്ങിയത്. പുതിയ മോട്ടറാണ്. അതൊരു ഇലക്ട്രീഷ്യൻ വന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്തു. ആ ഫിറ്റ് ചെയ്തത് വീട്ടിലെ വയറിങ്ങുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ RCCB ട്രിപ്പായി, ELCB ട്രിപ്പായി. അപ്പോൾ എന്ത് ചെയ്തു? ഈ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഇലക്ട്രീഷ്യൻ ആ മോട്ടറിനെ മെയിൻ സ്വിച്ചുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ അവർ വെള്ളം പമ്പ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഓസ് ഇട്ടിട്ട് താൽക്കാലികമായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വയറൊക്കെ ഇങ്ങനെ വലിച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാലങ്ങൾ കടന്നുപോയപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒക്കെ ഒരു കറണ്ട് ബില്ല് വന്നു. 17,000 രൂപയ്ക്ക് മുകളിലാണ് ആ ബില്ല് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അവരുടെ അങ്കലാപ്പ് നാട്ടുകാരെയൊക്കെ അറിയിക്കുകയും അതങ്ങനെ പ്രാദേശിക ചാനലുകളും സോഷ്യൽ മീഡിയയൊക്കെ ഏറ്റെടുത്ത് അതൊരു വാർത്തയായി. ഇതിനെ തുടർന്നിട്ട് KICB ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വന്നു. പരിശോധനയ്ക്ക് വന്നപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് മോട്ടറിന്റെ വയറ് മെയിൻ സ്വിച്ചിൽ നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതും മീറ്റർ നല്ല രീതിയിൽ തന്നെ റീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ അവർ ആ മീറ്റർ മറ്റേ വീട്ടിനകത്തുള്ള എല്ലാ ഓഫ് ചെയ്തതിന് ശേഷവും ഈ മീറ്റർ ഇങ്ങനെ റീഡ് ചെയ്യുന്നത് കണ്ടിട്ട് മോട്ടറിന്റെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തതുകൂടി ആ ഒരു പൾസ് അവിടെ നിൽക്കുകയും അങ്ങനെ മോട്ടറിലേക്കാണ് ആ ഒരു ലീക്കേജ് സംഭവിച്ചുകൊണ്ടിരുന്നത്. നോർമൽ അവസ്ഥയിൽ വന്നതുകൊണ്ട് മോട്ടറിലേക്കാണ് ആ ഒരു ലീക്കേജ് സംഭവിച്ചുകൊണ്ടിരുന്നതും എന്നും അതുപോലെ വീട്ടിലെ മറ്റാർക്കും ഒരു അപകടം സംഭവിക്കാതിരുന്നത് വലിയൊരു കാര്യമായിട്ടും ഒക്കെ കണ്ടുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ മോട്ടോർ കൊണ്ടുവന്ന് ഡയറക്റ്റ് മെയിൻ സ്വിച്ചിൽ കണക്ട് ചെയ്ത് കൊടുത്ത് ഇത്രയും വലിയൊരു ഭീമമായ ബില്ല് കറണ്ട് ലീക്കേജിലൂടെ വരുത്തി വെച്ച ആ ഇലക്ട്രീഷ്യൻ തന്നെ ഈ ഒരു ബില്ല് അടയ്ക്കണമെന്ന് KICB ഉദ്യോഗസ്ഥർ തീരുമാനിക്കുകയും ചെയ്തു. ഇതാണ് നടന്ന കഥ. അപ്പോൾ ഇനി ഇതിന്റെ നമ്മുടെ സത്യാവസ്ഥയിലേക്ക് വരാം. എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളതെന്ന്. ഈ 3-4 ദിവസത്തിന് ശേഷമാണ്, ഈ വാർത്തകൾ കണ്ടതിന് ശേഷമാണ് നമ്മൾ ആ സൈറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വീട്ടിൽ സന്ദർശിക്കാമെന്ന് വെച്ചത്. അപ്പോൾ നമ്മൾ സന്ദർശിക്കുന്നതിന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. ഒരിക്കലും ഇലക്ട്രീഷ്യൻ ആ ബില്ല് അടയ്ക്കണം എന്ന് പറഞ്ഞു വരുമ്പോൾ ഇലക്ട്രീഷ്യൻ തന്നെ അടയ്ക്കേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. അത് അല്ലെങ്കിൽ തന്നെ കറങ്ങി തിരിഞ്ഞു ആ വീട്ടമ്മയിലേക്ക് എത്തും. ആ വീട്ടമ്മയുടെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണെന്ന് നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടതാണ്. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു പഴയ വീടും അങ്ങനെയുള്ളൊരു ചുറ്റുപാടാണ്. ചിലപ്പോൾ അവർക്ക് മറ്റാരുടെ സഹായത്തോട് കൂടി ലഭിച്ച ഒരു മോട്ടർ അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഫിറ്റ് ചെയ്ത് അതിൽ നിന്ന് ഓസിട്ട് വെള്ളം പമ്പ് ചെയ്ത് എടുത്തുകൊണ്ടിരുന്ന ഒരവസ്ഥ. അപ്പോൾ അവർക്ക് നമ്മുടേതായ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാൻ കഴിയുമോ എന്ന് അറിയാനായിട്ടാണ് നമ്മൾ ആ വീട് സന്ദർശിച്ചത്. ഞാൻ ചെല്ലുമ്പോൾ തന്നെ വീടിൻ്റെ അവസ്ഥ വെറുതെ ആ വാർത്തയിലൊക്കെ കാണുന്ന പോലെ തന്നെ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ആ പഴയ മോട്ടറൊക്കെ അവിടെ നിന്ന് ഇളക്കി മാറ്റിയിട്ടുണ്ട്. പഴയ മോട്ടറല്ല, പുതിയ മോട്ടറാണ്. ഞാൻ ആ മോട്ടറൊക്കെ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ അകത്ത് നിന്ന് ആ മോട്ടറൊക്കെ എടുത്ത് പുറത്തേക്ക് വെപ്പിച്ചു. പുതിയ മോട്ടർ തന്നെയാണ്. ആ വയറ് ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം 3 കോർ സബ്മേഴ്സിബിൾ പമ്പിന് ഉപയോഗിക്കുന്ന വയറ് തന്നെയാണ് മോട്ടർ മുതൽ മെയിൻ സ്വിച്ച് വരെ ഉപയോഗിച്ചിരുന്നത്. അതിനകത്ത് 1-2 പോരായ്മകളുണ്ട്. ആ വയർ ജോയിന്റ് ചെയ്തിരിക്കുന്നത് വെള്ളത്തിനടിയിലാണ് ഈ ജോയിന്റ് പോകുന്നത്. അപ്പോൾ ആ വയർ ജോയിന്റ് ചെയ്തിരിക്കുന്നത് വളരെ അശ്രദ്ധമായിട്ടാണ്. നമ്മൾ കയർ കൂട്ടി പിരിക്കുന്ന പോലെ ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതൊരു സ്ട്രെയിറ്റ് ജോയിന്റ് ചെയ്ത് വാട്ടർ പ്രൂഫ് ചെയ്യണമെന്നുള്ളത് സത്യാവസ്ഥയാണ്. കാരണം വെള്ളത്തിനടിയിലാണ് ആ ജോയിന്റ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ കേസിൽ എനിക്ക് ആ ഇലക്ട്രീഷ്യൻ്റെ ഒരു പരിചയക്കുറവായിട്ട് എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നാമത്തെ കേസ് ഇതാണ്. രണ്ടാമത്തത് ആ മോട്ടറിന്റെ വെള്ളം പുറത്തേക്ക് വരുന്ന ഔട്ടുണ്ടല്ലോ, ഓസ് കണക്ട് ചെയ്ത ഭാഗം, അവിടെ ഒരു റബ്ബറിന്റെ ഒരു വാഷറുണ്ട്. പ്ലാഞ്ച് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വാഷറുണ്ട്. ആ വാഷർ കംപ്ലീറ്റ്ലി സീൽഡ് ആയിട്ടാണ്. കാരണം ഫ്രഷ് കണ്ടീഷനിലിരിക്കുന്ന മോട്ടറിന്റെ അകത്തേക്ക് പൊടിയോ മറ്റോ പോകാതിരിക്കാൻ വേണ്ടി അതൊരു സീൽ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ മോട്ടർ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ സീലിംഗ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം അവിടെ ഓസ് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ പൈപ്പ് കണക്ട് ചെയ്യാനൊക്കെ ചെയ്യണം. അപ്പോൾ വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് വരും.
ഇത് ആ ഒരു സീല് കട്ട് ചെയ്ത് കളയാതെയാണ്, റബ്ബറിൻ്റെ ആ വാഷറിൻ്റെ ഇത് കട്ട് ചെയ്ത് കളയാതെയാണ് ആ മോട്ടോർ ഫിറ്റ് ചെയ്തിരുന്നത്. എന്നിട്ട് ആ മോട്ടോർ ഓൺ ചെയ്ത സമയത്ത് ഹൈ പ്രഷർ കൊണ്ട് അത് ആ സീല് പൊട്ടിയിട്ടാണ് ആ വെള്ളം വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ പരിചയക്കുറവ്, ആ ഒരു ഇലക്ട്രീഷ്യൻ്റെ പരിചയക്കുറവ് ഈ 2 കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. പിന്നെ ഒരു മോട്ടോർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് താൽക്കാലികമായിട്ട് വയർ വലിച്ചിട്ട് ആ ഭിത്തിയിൽ ഒരു ആണി അടിച്ച് അതിലാണ് അതിൻ്റെ സ്വിച്ച് കണക്ട് ചെയ്ത്, അതായത് സ്വിച്ച് ഉറപ്പിച്ചിരുന്നത്. എന്നിട്ട് മെയിൻ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ അപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നേരിട്ട് ഒരു KSEB ഉദ്യോഗസ്ഥൻ വന്ന് കാണുകയും അത് ഈ ഒരു മോട്ടറിലേക്കുള്ള വയറിൽ നിന്നാണ് ലീക്കേജ് സംഭവിക്കുന്നതെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും അത് ഡിസ്കണക്ട് ചെയ്തതോടുകൂടി അവിടെ ആ ഒരു ലീക്കേജ് അവസാനിക്കുകയും എന്നിട്ടും ആ നിലവിലെ മീറ്ററിൻ്റെ ഒരു കാര്യക്ഷമത പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു പാരലൽ മീറ്റർ സ്ഥാപിക്കുകയും ചെയ്ത് അതിൻ്റെ റീഡിങ് 2 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 2 മീറ്ററിലും ഒരേപോലെ റീഡിങ് കാണിക്കുന്നു. ഒരു 2 യൂണിറ്റിനകത്താണ് റീഡിങ് കാണിക്കുന്നത്. ഇങ്ങനെ എല്ലാം കറക്റ്റായ രീതിയിൽ പോകുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു നല്ലൊരു ആശങ്ക എനിക്കുണ്ട്. എങ്കിലും അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു സാങ്കേതിക സഹായം കൊടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലതെന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ പരിശോധന നടത്തുന്നത്. അതിൽ നിന്നും എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ആ മോട്ടറിന് ഞാൻ നോക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു പക്ഷേ ആ മോട്ടോർ വഴിയാണ് ലീക്കേജ് സംഭവിച്ചിരുന്നതെങ്കിൽ എത്രത്തോളം വൈദ്യുതി അവിടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ഒരു ദിവസം എത്ര യൂണിറ്റ് വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കേസിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ കേസിൽ മോട്ടോർ കംപ്ലൈന്റ് അല്ലായിരുന്നു. അപ്പോൾ ഓണായി കിടന്നതായിരുന്നെങ്കിൽ, നമുക്കൊരു കംപ്ലൈന്റ് ആയ മോട്ടോർ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയാതെ സ്വിച്ച് ഓണായി കിടന്നു, അങ്ങനെ ലീക്കേജ് സംഭവിച്ചുകൊണ്ടിരുന്നു എന്ന് നമുക്ക് പറയാം. ഇതൊരു കംപ്ലൈന്റ് അല്ലാത്ത മോട്ടോർ ആയിരുന്നത് കൊണ്ട് സ്വിച്ച് അറിയാതെ ഇങ്ങനെ സ്വിച്ച് ഓണായി കിടന്ന് തീർച്ചയായിട്ടും വെള്ളം പമ്പ് ചെയ്ത് വരികയും തീർച്ചയായിട്ടും നമുക്കത് അറിയാനും കഴിയും. അത് മാത്രമല്ല, നമുക്കിപ്പോൾ കരയ്ക്ക് എടുത്തു വെച്ചിരിക്കുന്ന മോട്ടർ അത് വർക്കിംഗ് കണ്ടീഷൻ ആയിരുന്നോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളത് കിണറ്റിനുള്ളിലേക്ക് ഇറക്കി വെച്ചു. അത് വർക്ക് ചെയ്യിച്ച് നോക്കി, കറക്റ്റായിട്ട് വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കിണറ്റിനുള്ളിൽ ഇറക്കി വെച്ചിരിക്കുന്ന അവസ്ഥയിൽ എത്ര ഒരു ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ, അഥവാ മോട്ടോർ വഴി ലീക്കേജ് സംഭവിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം കറണ്ട് അവിടെ നഷ്ടപ്പെടാമെന്നും എത്ര യൂണിറ്റ് വരെ നഷ്ടപ്പെടാമെന്നൊക്കെ നമ്മളത് പരിശോധിച്ചു. പിന്നെ വയറിങ്ങിൻ്റെ കേബിൾ, മോട്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കേബിൾ ജോയിൻറ്റ് അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നും അതിലൂടെ എത്രത്തോളം കറണ്ട് നഷ്ടപ്പെടാമെന്നൊക്കെ നമ്മൾ നോക്കി. മോട്ടറിൻ്റെ ക്വാളിറ്റി നോക്കി, അതിൻ്റെ ഇൻസുലേഷൻ ക്വാളിറ്റി നോക്കി. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളവിടെ ചെക്ക് ചെയ്ത് നോക്കി. അതുപോലെ അവിടെ ആ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന എർത്ത് പിറ്റിലേക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ലീക്കേജ് കറണ്ട് സംഭവിച്ചാൽ, അല്ലെങ്കിൽ എർത്തിലേക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ എത്ര യൂണിറ്റ് വരെ അവിടെ നഷ്ടപ്പെടാം, ഇതൊക്കെയായിരുന്നു നമ്മൾ പരിശോധിച്ചത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ നോക്കിയതിൽ നിന്നും എനിക്ക് ആശ്വാസകരമായ കാര്യങ്ങളൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഞാൻ അതിന് മാക്സിമം ശ്രമിക്കാം എന്ന് മാത്രമാണ് എനിക്ക് ആ വീട്ടമ്മയോട് പറയാനുള്ളത്. അവർ നല്ല രീതിയിൽ എന്നോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഇത് മറ്റൊന്നും താങ്ങാനുള്ളൊരു ശേഷിയില്ല, എനിക്ക് ഇത് തന്നെ അടയ്ക്കാനുള്ളൊരു ശേഷിയില്ല. ഇപ്പോൾ ഇങ്ങനെ പറ്റിപ്പോയതിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് അവർ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അവർ ചോദിക്കുന്നതിന് കാരണമുണ്ട്. കാരണം അവരുടെ അവസ്ഥ അത്രത്തോളം മോശമാണ്. ഞാൻ ഈ ഒരു ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഏകദേശം വൈകിട്ടൊരു 5:30-6 മണിയോട് കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. ആ സമയത്ത് പോകാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ അവർ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞിട്ട് വൈകിട്ടൊരു 4 മണി 5 മണിയാകുമ്പോൾ അവർ വീട്ടിലെത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആ സമയത്ത് നമ്മൾ അവിടെ എത്തിയത്. ഞാൻ ആ 6 മണി സമയത്ത് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ വരികയും അവരോട് ബാങ്കിലെ ലോണിൻ്റെ കുടിശ്ശിക, വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന കുടിശ്ശിക മുടങ്ങിയത് കാരണം അതിൻ്റെ ജപ്തിയെ പറ്റിയൊക്കെ സംസാരിക്കുകയും അദാലത്തിൽ എങ്ങനെയെങ്കിലും നിങ്ങളതിൽ നിന്നും രക്ഷപ്പെടണമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അവരുടെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ ഈ ടെസ്റ്റുകളൊക്കെ നടത്തി നോക്കി. അതിൽ നിന്നും എനിക്ക് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഒരു KSEB ഉദ്യോഗസ്ഥൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട, അല്ലെങ്കിൽ ഒരു പാരലൽ മീറ്റർ വെച്ച് അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ റീഡിങ് കൃത്യമാണെന്ന് ഉറപ്പാക്കി കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവിടെ കറണ്ട് നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്ന് ഉള്ള രീതിയിൽ കൺസ്യൂമർക്ക് അതിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതിൽ കൂടുതലൊന്നും അവർക്ക് പരിശോധിക്കേണ്ട കാര്യമില്ല. എങ്കിലും അന്ന് രാത്രി നമ്മൾ പരിശോധന നടത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസം അവർ വീണ്ടും റീഡിങ്ങിന് വന്നു. ആ റീഡിങ്ങും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ ആദ്യം പരിശോധനയ്ക്ക് ഇൻസ്പെക്ഷന് വന്ന KSEB ഉദ്യോഗസ്ഥനായിട്ട് സംസാരിക്കുകയും വളരെ നേരം സംസാരിക്കുകയും നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിലെന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടോ, അവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയൊരു പിഴവല്ല, അബദ്ധത്തിൽ പറ്റിപ്പോയി, പക്ഷെ വലിയൊരു സാമ്പത്തിക ബാധ്യത അവർക്ക് വരും, എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ അവരെ ഒന്ന് രക്ഷപ്പെടുത്താനെന്ന് ചോദിച്ചപ്പോൾ യാതൊരു മാർഗ്ഗവും ഇല്ലെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്.
പിന്നെ എഐ ആയിട്ട് സംസാരിച്ച് വരുന്നതിൽ എനിക്ക് 1, 2 പോയിന്റുകൾ നമുക്ക് അനുകൂലമായിട്ട് പറയാൻ പറ്റുന്ന 1, 2 പോയിന്റുകളുണ്ട്. ആ പോയിന്റുകൾ എഐ ആയിട്ട് സംസാരിക്കുകയും ഞങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂർ കൂടുതൽ സംസാരിച്ചു. അങ്ങനെ പറഞ്ഞു വന്നതിൻ്റെ വഴിക്ക് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത്രയും നേരിട്ട് നമ്മൾ കണ്ട് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇനി അതിനകത്ത് ചാൻസ് വളരെ കുറവാണ്. എങ്കിലും നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ആ മീറ്റർ ഒന്ന് ടെസ്റ്റിന് അയക്കാം. കാരണം ഞാനും ആഗ്രഹിച്ചത് അത് തന്നെയാണ്. നമുക്ക് ആ മീറ്റർ ടെസ്റ്റിനൊന്ന് അയക്കാം. അയച്ചു കഴിഞ്ഞാൽ അതായത് എനിക്ക് അവിടെ കണ്ട റീഡിങ്ങുകളിലും അതുപോലെ നമ്മുടെ ചെയ്ത ടെസ്റ്റുകളിലൊക്കെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ചില പൊരുത്തക്കേടുകൾ എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. അത് 100% സക്സസ് ആകുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലും കുറേ സാധ്യതകൾ ഞാൻ അദ്ദേഹത്തെ ചൂണ്ടിക്കാണിക്കുകയും അദ്ദേഹത്തിന് എൻ്റെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയും അങ്ങനെ ആ മീറ്റർ ടെസ്റ്റിന് നമുക്ക് അയക്കാം എന്ന് വാക്ക് തരികയും ചെയ്തു. അപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, 1% മാത്രമേ ഞാനിതിന് ഉറപ്പ് പറയുന്നുള്ളൂ മീറ്ററിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മ വരാൻ സാധ്യതയുള്ളതായിട്ട്. കാരണം പാരലമീറ്ററിലും മറ്റ് എല്ലാ ടെസ്റ്റുകളിലും അവിടെ ഫോൾട്ട് സംഭവിച്ചുവെന്ന് അല്ലെങ്കിൽ റീകേജ് സംഭവിച്ചുവെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. 1% മാത്രമേ നമുക്ക് അനുകൂലമായിട്ട് വരാൻ സാധ്യതയുള്ളൂ എന്ന് പറയുന്ന സ്ഥാനത്ത് ഞാനൊരു നല്ല കാര്യത്തിനായിട്ട് 99% നമുക്ക് സപ്പോർട്ടായിട്ട് തന്നെ വരട്ടെ. മീറ്റർ ടെസ്റ്റിൻ്റെ റിസൾട്ട് നമുക്ക് അനുകൂലമായിട്ട് വരട്ടെ. ആ വീട്ടമ്മയ്ക്ക് അനുകൂലമായിട്ട് വരട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന് വേണ്ടിയിട്ട് കുറച്ച് പോയിന്റുകൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിന് മനസ്സിലായത് കൊണ്ടാണ് ഈ ഒരു മീറ്റർ ടെസ്റ്റിന് അദ്ദേഹം സമ്മതിക്കുകയും നമ്മുടെ ആ ഒരു റിക്വസ്റ്റ് അദ്ദേഹം കേൾക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും മീറ്റർ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരട്ടെ. അതുപോലെ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ അവിടെ ചെന്ന് എന്താണ് ചെയ്തത്, എന്തൊക്കെയാണ് അദ്ദേഹത്തോട് പറഞ്ഞത്, നമുക്കിപ്പോൾ ആ വീട്ടമ്മയ്ക്ക് അനുകൂലമായിട്ട് എന്താണ് നിങ്ങൾക്ക് അവിടെ പറയാൻ കഴിഞ്ഞത് എന്നൊക്കെ അറിയാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. എന്നാൽ നമുക്ക് ഈ ഒരു KSEBിയുടെ അന്വേഷണ പരിധിയിലിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ മീറ്റർ ടെസ്റ്റിനൊക്കെ അയക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ എൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളോ അല്ലെങ്കിൽ എനിക്കവിടെ കാണാൻ കഴിഞ്ഞ കാര്യങ്ങളോ എനിക്ക് വിളിച്ച് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം നമ്മളെപ്പോഴും വിശ്വസനീയമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ കുറച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് നമ്മളിത് പോകുന്നത്. ഒരിക്കലും എനിക്ക് KSEB ഉദ്യോഗസ്ഥരുടെ അടുത്ത് നേരിട്ട് പറയാനുള്ള ഒരു അവകാശമോ ഒന്നും നമുക്കില്ല, അതറിയാലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടുത്തെ സാഹചര്യങ്ങൾ വെച്ചിട്ട് അവരോട് അപേക്ഷിക്കുകയേ പറ്റത്തുള്ളൂ, റിക്വസ്റ്റ് ചെയ്യാം. ഇതൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട് സാർ, നമുക്ക് ആ മീറ്റർ ഒന്ന് ടെസ്റ്റിനൊന്ന് അയച്ചാലോ. ഓക്കെ, അപ്പോൾ അത് പറയുമ്പോൾ അവർ നമുക്ക് അനുകൂലമായിട്ട് വന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പം അത് ഇനി മീറ്റർ ടെസ്റ്റിൻ്റെ റിസൾട്ട് നമുക്ക് അനുകൂലമാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവിടെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫലം നമുക്ക് അറിയാൻ കഴിഞ്ഞത്, അത് എങ്ങനെയാണ് നമുക്ക് അനുകൂലമായത് എന്നൊക്കെ ഒരു വീഡിയോയിൽ ഞാൻ നന്നായിട്ട് പറയാം. അപ്പോൾ എനിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ ആ വീഡിയോ ചെയ്യാനുള്ളൊരു കാര്യം, നമ്മുടെ നാട്ടിലെ ഇലക്ട്രീഷ്യന്മാർ മോട്ടോർ ഫിറ്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് സബ്മേഴ്സിബിൾ പമ്പ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നേരിട്ട് മെയിൻ സ്വിച്ചിൽ നിന്ന് കണക്ഷൻ കൊടുക്കുന്ന ഒരു പ്രവണത നമ്മുടെ കേരളത്തിൽ മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എവിടെയൊക്കെ ഈ കംപ്ലൈൻറ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നു അവിടെയെല്ലാം ഈ കംപ്ലൈൻറ്റിന് കാരണം ഈ ഒരു മോട്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ മോട്ടറിൻ്റെ കണക്ഷനെ നേരിട്ട് മെയിൻ സ്വിച്ചിൽ നിന്നും കൊടുത്തിരിക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ കാണാറുള്ളത്. അല്ലെങ്കിൽ മെയിൻ സ്വിച്ചിൽ നിന്നല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് DBയിലെ RCCBയിൽ നിന്ന് ഒഴിവാക്കി ഡയറക്റ്റ് കണക്ട് ചെയ്തിടുന്നതാണ് ഞാൻ കാണാറുള്ളത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു മോട്ടർ ഒരു കമ്പനി, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഒരു മോട്ടർ ഇറക്കുമ്പോൾ അതിൻ്റെ എല്ലാ സർട്ടിഫിക്കേഷനും കഴിഞ്ഞ് നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് ആ ഒരു മോട്ടർ നമുക്ക് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. അപ്പോൾ അപൂർവമായിട്ടെങ്ങാനും ചിലപ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മ ചില മോട്ടറുകൾക്ക് വരാം. എല്ലാ മോട്ടറുകളും അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സബ്മേഴ്സിബിൾ പമ്പുകൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ RCBയിൽ നിന്ന് ERCBയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്ത് പോകുന്നൊരു പ്രവണത ഇപ്പോൾ കാണുന്നത്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഈ ഒരു സബ്മേഴ്സിബിൾ പമ്പിൻ്റെ പോരായ്മ കൊണ്ടല്ല ഇവിടെ ഈ ഒരു ട്രിപ്പിംഗ് സംഭവിക്കുന്നത്. അതിന് 1-2 കാരണങ്ങളുണ്ട്. കുറേ വ്യക്തമായിട്ട് പറയാനുണ്ട്, എങ്കിലും ഞാൻ 1-2 കാരണങ്ങളൊന്ന് സൂചിപ്പിക്കാം. അതിനകത്ത് വരുന്ന പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന വയർ ജോയിൻറ്റ് പ്രോപ്പർ ആയിരിക്കണം എന്നുള്ളതാണ്. നല്ല രീതിയിൽ വെള്ളത്തിനടിയിൽ പോകുന്ന ജോയിൻ്റാണ്. അപ്പോൾ നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ജോയിൻറ്റ് ചെയ്യുക, അതിനെ വാട്ടർ പ്രൂഫ് ചെയ്യുക, വെള്ളം കയറാത്ത രീതിയിൽ നല്ലതായിട്ട് സീൽ ചെയ്ത് അത് കറക്റ്റ് ജോയിൻ ചെയ്യാം. രണ്ടാമത്, മോട്ടറിൻ്റെ സ്വിച്ചുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. മോട്ടറിൻ്റെ സ്വിച്ച് വർക്ക് ചെയ്യുന്നതും
പിന്നെ അതുപോലെ RCCB വർക്ക് ചെയ്യുന്ന ടൈമും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ചെറിയ ഒരു എന്താണ് അവ തമ്മിലുള്ള ഒരു പൊരുത്തമുണ്ട്. അത് എങ്ങനെയെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് സബ്മേഴ്സിബിൾ പമ്പുകളുടെ കൂടെ തന്നെ അവരൊരു സ്റ്റാർട്ടർ, ഒരു സ്വിച്ച്, ആ മോട്ടോർ വർക്ക് ചെയ്യിക്കുന്നതിനുള്ള ഒരു സ്വിച്ച് നമുക്ക് തരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഒരു സ്വിച്ചിനെ വീട്ടിൻ്റെ പുറകുവശത്തോ അല്ലെങ്കിൽ കിച്ചണിലെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ഒക്കെ ഉറപ്പിച്ച് വെച്ചിട്ട് നമ്മൾ പ്രത്യേകം ഒരു സ്വിച്ച് ബോർഡിനകത്ത് കണക്ട് ചെയ്യുകയും അതിലാണ് നമ്മൾ സ്വിച്ച് ഓൺ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ ആ കോണ്ടാക്ട് വരുന്ന ടൈമും ഈ RCCB ആക്ട് ചെയ്യുന്ന മില്ലി സെക്കൻഡിനുള്ളിലാണ് ഒരു RCCB റെസ്പോണ്ട് ചെയ്യുന്നത്. ഈ ഒരു മെക്കാനിക്കൽ സ്വിച്ച് ചിലപ്പോൾ കോണ്ടാക്ട് വരുന്നതും മില്ലി സെക്കൻഡുകൾക്ക് ഉള്ളിലൊക്കെ ആയിരിക്കാം, എങ്കിലും ഇത് തമ്മിലുള്ള ടൈം ഡിഫറൻസ് ഒരുപാട് വരും. അപ്പോൾ അത് RCCB സെൻസ് ചെയ്യുകയും അവിടെ ഒരു ലീക്കേജ് കറണ്ടിൻ്റെ ഒരു സ്വാധീനം RCCB സെൻസ് ചെയ്യുകയും ട്രിപ്പ് ആവുകയൊക്കെ ചെയ്യും. അതിനകത്ത് വ്യക്തമായിട്ട് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഈ ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അതുപോലെ മറ്റൊരു കാരണം കൂടെയുണ്ട്. നമ്മുടെ വീടിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ വയറിങ്ങിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ ലീക്കേജ് സംഭവിക്കുന്നുണ്ടെങ്കിൽ, ചെറിയ തോതിൽ ലീക്കേജ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ മോട്ടോർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് അത് ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു ഹെവി ലോഡ് അവിടെ ഓൺ ചെയ്യുകയും മോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് വളരെ കൂടുതലായതുകൊണ്ട് ആ സമയത്ത് ഒരു വലിയ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതിലൊരു ചെറിയൊരു അംശം നമ്മുടെ വയറിങ്ങിലെ തകരാറ് സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ലീക്കേജ് സംഭവിക്കുന്ന ഭാഗത്തൂടെ ഭൂമിയിലേക്ക് കടന്നു പോയും ആ കടന്നു പോകുന്ന കറണ്ടിൻ്റെ അളവ്, ആ ഒരു വ്യത്യാസം RCCB വളരെ മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ സെൻസ് ചെയ്തിട്ട് അത് ട്രിപ്പ് ആവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ RCCB ഉള്ളിടത്ത് ഈ നമുക്ക് സബ്മേഴ്സിബിൾ പമ്പ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഡയറക്റ്റ് തന്നെ കണക്ട് ചെയ്യണം എന്ന് ചിന്തിച്ച് അവരുടെ അറിവില്ലായ്മയെ മറ്റുള്ള എല്ലാവരിലേക്കും അടിച്ചേൽപ്പിച്ച് അതൊരു കസ്റ്റമർ, ഇതുപോലുള്ള കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ ആ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അവരെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലീക്കേജ് കറണ്ട് സംഭവിച്ച ഒരു അപകടം സംഭവിക്കുന്ന അവസ്ഥയിലൊക്കെ തള്ളിവിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇലക്ട്രീഷ്യന്മാർ ഇനിയും ഇങ്ങനെ നിൽക്കരുത്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ മാക്സിമം ഇത് മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരു മോട്ടോർ ഫിറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഒരു വീട്ടമ്മയ്ക്ക് വന്ന ബുദ്ധിമുട്ടറിയാലോ. അതുപോലെ ആ ഇലക്ട്രീഷ്യൻ അനുഭവിക്കുന്ന മാനസിക വിഷമവും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇനിയും ഇതിങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഏതെങ്കിലും തരത്തിലൊരു മോട്ടറിന് ഒരു ഫോൾട്ട് കണ്ടു കഴിഞ്ഞാൽ, ഒരു സബ്മേഴ്സിബിൾ പമ്പ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇതുപോലുള്ള ഒരു ട്രിപ്പിങ്ങോ മറ്റോ കണ്ടു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി അത് പരിഹരിച്ച് ശരിയായ രീതിയിൽ ഒരു RCCB വഴി തന്നെ ആ മോട്ടോർ ഫിറ്റ് ചെയ്യാനും എല്ലാ ഇലക്ട്രീഷ്യന്മാരും ശ്രമിക്കണം. അല്ലാതെ ഒരു ട്രിപ്പിംഗ് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ്, ഇതിങ്ങനെ തന്നെ പറ്റത്തുള്ളൂ, എല്ലാ മോട്ടറും ഇങ്ങനെയാണ് എന്ന് വിധി എഴുതി മറ്റുള്ളവരെ അപകടത്തിലേക്കും സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കും തള്ളിവിടാതിരിക്കുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ കമൻറ്റ് ഇടുന്നതിന് മിക്കതിനും എനിക്ക് ചിലപ്പോൾ റിപ്ലൈ തരാൻ പറ്റുന്നില്ല, അതിന് മറുപടി എനിക്ക് തരാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് വീഡിയോ അല്ല, ഫീൽഡിൽ പോയി വർക്ക് ചെയ്യുക, കംപ്ലൈൻറ്റുകൾ അറ്റൻഡ് ചെയ്യുക, ഓൺലൈൻ ക്ലാസ്സുകളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിലാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അതിൻ്റെ കമൻറ്റുകളൊക്കെ നോക്കി റിപ്ലൈ തരാനുള്ളൊരു സമയം നമുക്ക് കിട്ടത്തില്ല. അതുപോലെ നിങ്ങൾ ഇലക്ട്രിക്കലിലെ പുലികളാവാൻ ആഗ്രഹിക്കുന്നു, നല്ല രീതിയിൽ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ ഇലക്ട്രിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സുകളുണ്ട്. അത് 3 മാസത്തെ ക്ലാസ്സാണ്. 24 ക്ലാസ്സുകളാണ് വരുന്നത്. ഏകദേശം അരമണിക്കൂറൊക്കെ ദൈർഘ്യമാണ് വരുന്ന ഒരു ക്ലാസ്സിന്. വളരെ ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. നോട്ടുകളോ കാര്യങ്ങളോ ഒന്നും തയ്യാറാക്കേണ്ട. ഒരു വർക്ക് എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ വരും, കേബിൾ എങ്ങനെ സെലക്ട് ചെയ്യണം, എങ്ങനെയാണ് അതിൻ്റെ ഡ്രോയിങ് വരുന്നത്, സ്കിമാറ്റിക് ഡ്രോയിങ് ഉൾപ്പെടെ. സ്കിമാറ്റിക് ഡ്രോയിങ് ഒക്കെ പഠിക്കണമെങ്കിൽ 10,000-15,000 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. ഇത് സ്കിമാറ്റിക് ഡ്രോയിങ് ഉൾപ്പെടെ നമുക്കിത് പഠിക്കാൻ പറ്റും. ഓൺലൈൻ ക്ലാസ്സുകളായതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സമയത്തും പഠിക്കാൻ പറ്റും. അതാണ് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പുലികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ്സും ഉണ്ട്. ആ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ RCCB ട്രിപ്പിംഗ് മെയിനായിട്ട് ഒരു കണ്ടന്റ് ആക്കി എടുത്തുകൊണ്ട് ഇലക്ട്രിക്കലിലെ കംപ്ലൈൻറ്റുകൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, ആ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏതൊക്കെ മീറ്ററുകൾ ഉപയോഗിക്കണം, ആ മീറ്ററുകൾ വെച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ റീഡിംഗ് ഒക്കെ നോക്കുന്നത്, എർത്തിങ് ആണെങ്കിൽ എർത്ത് ടെസ്റ്റ് ചെയ്യുന്നത്, ഇൻസുലേഷൻ ടെസ്റ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മളെ ഒരാളെ ഫേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ, അതായത് ഇല്ലാത്ത കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് വരുത്തി ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പിംഗ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കുന്നു, അത് ചെയ്യുന്നു, തീ പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഫേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും, നാട്ടുകാരെ മൊത്തം ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ പോലും നമ്മളെ അതിൽ നിന്നും അവർക്ക് കബളിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ അത് കണ്ടുപിടിക്കാനൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ്സും
BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ RCCB ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് 2 മാസത്തെ ക്ലാസ്സുകളാണ്. ഏകദേശം 22 ക്ലാസ്സുകളാണ് അതിനകത്ത് വരുന്നത്. അത് മലയാളത്തിൽ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളാണ്. ഏത് സമയത്തും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഇലക്ട്രിക്കലെ പുലികളാവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഇതിന് ചെറിയ ഫീസുണ്ട്. ഓക്കെ. അപ്പം അതുപോലെ RCCB ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു പ്രശ്നത്തിനും അത് സോൾവ് ചെയ്യുന്നതിനും അത് നല്ല രീതിയിൽ ആ വയറിംഗ് ടെസ്റ്റ് നടത്തി അതിലെ പോരായ്മകൾ, അത് RCCB ട്രിപ്പിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ 1-2 ലൈറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടല്ല ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പിൽ സംഭവിക്കുന്നത്. അത് വയറിങ്ങിലെ മൊത്തത്തിലുണ്ടാവുന്ന ലീക്കേജ് കറണ്ടിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് അത് റീസെറ്റ് ചെയ്ത് നല്ലൊരു ഫ്രഷ് കണ്ടീഷനിലായിട്ട് കൊണ്ടുവരാൻ, ആ വയറിങ് നല്ലൊരു കണ്ടീഷനിലേക്ക് കൊണ്ടുവന്ന് ആ വയറിങ്ങിന് നല്ലൊരു ലൈഫ് കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 96 455 475 എന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതി. അതുപോലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ളവരാണെങ്കിൽ ഇതേ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്മുടെ നമ്പർ വീഡിയോയുടെ മുകളിലുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.